ഈ ആഴ്ച നവംബർ 22 മുതൽ 28 വരെ പ്രധാന രാശികളുടെയും നക്ഷത്രങ്ങളുടെയും നിലപാടുകൾ നേരിട്ട് സ്വാധീനിക്കുന്ന നിർണായക മാറ്റങ്ങൾ കാണാം. ഇതൊരു പൊതുവായ ആഴ്ചാനല വിശകലനമാണ്. ആരൊക്കെ ഏത് മേഖലയിൽ ജാഗ്രത വേണ്ട, ആരൊക്കെ മുന്നോട്ടു പോകണം എന്നീ കാര്യങ്ങൾ വ്യക്തമായി ഇവിടെ പറയുന്നു. 1. സാമ്പത്തിക പ്രവചനങ്ങൾ. ഈ ആഴ്ചയിലെ ഏറ്റവും ശക്തമായ മേഖല. ഈ ആഴ്ച ധനകാര്യ രംഗത്ത് വലിയ മാറ്റങ്ങൾ. ഗ്രഹനിലകൾ സൂചിപ്പിക്കുന്നത് അപ്രതീക്ഷിത വരുമാന സാധ്യത. ചിലർക്ക് നേരിട്ട് പണം ലഭിക്കൽ, ചിലർക്ക് കാത്തിരുന്ന തുക തിരികെ കിട്ടൽ. ചെറിയ നിക്ഷേപങ്ങൾ ചെയ്തവർക്ക് ചെറിയതായാലും ലാഭം. ശമ്പള വർധനയോ കൂട്ടുവരുമാനവുമായി ബന്ധപ്പെട്ട അവസരങ്ങളുണ്ടാകാം. കണക്കുകൂട്ടലിൽ അലംഭാവം പാടില്ല. ചെലവുകൾ നിയന്ത്രിച്ചില്ലെങ്കിൽ നേട്ടം പകുതിയായി ഒഴുകിപ്പോകും. താഴ്വര. പണം വരും, പക്ഷേ പണം കൈകാര്യം ചെയ്യുന്നതിൽ തലയില്ലെങ്കിൽ നേട്ടം കുറയും. 2. ബന്ധങ്ങളും പ്രണയവും. അതിശയകരമായി സുഖപ്രദമായ ആഴ്ച. ഗ്രഹനിലകൾ ബന്ധങ്ങൾക്കും കുടുംബജീവിതത്തിനും ശാന്തമായ പ്രവാഹം നൽകുന്നു. ദമ്പതികൾക്കിടയിലെ തെറ്റിദ്ധാരണകൾ കുറയും. ഒറ്റയായിരിക്കുന്നവർക്ക് ഒരു പുതിയ തുടക്കമുണ്ടാകാം. വീട്ടിൽ ചിലർക്ക് സന്തോഷകരമായ ഒരു വാർത്തയുടെ സൂചന. എന്നിരുന്നാലും അതിപ്രതീക്ഷ ഒഴിവാക്കണം. പഴയ പ്രശ്നങ്ങൾ വീണ്ടും എടുത്തുകാട്ടുന്നത് വെറും ഊർജ്ജനഷ്ടം. 3. ആരോഗ്യം. അവഗണിച്ചാൽ പ്രശ്നമുറപ്പ്. ഇതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധയാവശ്യമായ മേഖല. ചെറിയ പനി, തളർച്ച, തലവേദന, ജീർണസംബന്ധമായ അസ്വസ്ഥതകൾ. മുൻകാല ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ പ്രത്യേക ജാഗ്രത വേണം. ഉറക്കം, വെള്ളം, ഭക്ഷണക്രമം. ഇവിടെയാണ് കൂടുതൽ കുഴപ്പങ്ങൾ വരാൻ സാധ്യത. താഴ്വര. എനിക്കൊന്നും സംഭവിക്കില്ല എന്ന മനോഭാവം മാറ്റുക. ശരീരം അലാം കൊടുത്താൽ ഉടൻ ശ്രദ്ധിക്കുക. 4. ജോലിയും ബിസിനസ്സും. നേരിട്ട് കാണുന്ന മുന്നേറ്റം. സ്റ്റാഗ്നേഷൻ അനുഭവിച്ചിരുന്നവർക്ക് ആശ്വാസകരമായ ആഴ്ച. പുതിയ അവസരങ്ങൾ. ജോലി മാറ്റം ആലോചിക്കുന്നവർക്ക് വഴികൾ തുറക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് കരാറുകൾ ഉറപ്പാകാൻ സാധ്യത. പഴയ നിലച്ചുപോയ ജോലികൾ മുന്നോട്ട് നീങ്ങും. എങ്കിലും ആസൂത്രണമില്ലാതെ എടുത്തുതുള്ളരുത്. കൂട്ടുകെട്ടുകൾ എടുക്കുമ്പോൾ രണ്ടാമതും ചിന്തിക്കുക. 5. യാത്രയും പുതിയ പദ്ധതികളും. തുടങ്ങാൻ നല്ല സമയം. പുതിയ പദ്ധതി തുടങ്ങാനായി അനുയോജ്യ സമയം. പഠനം, ജോലി, ബിസിനസ് വികസനം എന്നിവയ്ക്കുള്ള യാത്രകൾ വിജയകരം. അനാവശ്യ ചെറുയാത്രകൾ ഒഴിവാക്കുന്നത് ഉചിതം. 6. ആഴ്ചയുടെ സമഗ്രഫലം. 3 പ്രധാന മേഖലകൾ എല്ലാവർക്കും. ഈ ആഴ്ച മിക്കവരെയും ബാധിക്കുന്ന പ്രധാന മേഖലകൾ. സാമ്പത്തികം. ശക്തമായ പ്രവാഹം. ആരോഗ്യം. മുൻകരുതൽ അനിവാര്യമാണ്. ബന്ധങ്ങൾ. സുഖവും പിന്തുണയും. ഇതെല്ലാം സന്തുലിതമായി കൈകാര്യം ചെയ്തവർക്ക് ആഴ്ച ഊർജ്ജസ്വലമായിരിക്കും. സന്തുലനമില്ലാത്തവർക്ക് സമ്മർദ്ദം. 12 രാശികളുടെ ആഴ്ചഫലം നവംബർ 22 മുതൽ 28 വരെ. 1. മേടം. ആഴ്ച ആരംഭം തന്നെ മാനസിക സമ്മർദ്ദം. പ്ലാൻ ചെയ്ത കാര്യങ്ങൾ വൈകിയാൽ അസ്വസ്ഥത. ധനകാര്യമായി ചെലവുകൾ നിയന്ത്രണം വിട്ടേക്കാം. ജോലിയിൽ സഹകർത്താക്കൾ വാക്കുകൾ തെറ്റായി പിടികൂട്ടാം. ബന്ധങ്ങളിൽ പുറം പ്രേരിത സംഘർഷം. ആരോഗ്യം. തലവേദന, ഉറക്കക്കുറവ്. 2. ഇടവം. മനസ്സിൽ അടങ്ങിയിരുന്ന ആശങ്കകൾ വീണ്ടും ഉയരും. വരുമാനമുണ്ടെങ്കിലും അനാവശ്യ ചെലവ് കൂടുതലാകും. കുടുംബത്തിൽ ചെറിയ വിഷയം വലുതായേക്കാം. ജോലിയിൽ ആശ്രയിക്കുന്നവർ തന്നെയാണ് പ്രശ്നം സൃഷ്ടിക്കാൻ സാധ്യത. ആരോഗ്യം. ദൗർബല്യം, പഴയ വേദനകൾ. 3. മിഥുനം. മനസാക്ഷി കൂടുതൽ വ്യക്തം. ധനത്തിൽ ചെറിയ സ്ഥിരത. ജോലിയിൽ നിങ്ങളുടെ വാക്കിന് പ്രാധാന്യം. ബന്ധങ്ങളിൽ സമാധാനം. യാത്രാസൂചന. ആരോഗ്യം സാധാരണം. 4. കർക്കിടകം. മാനസിക ഭാരം പ്രധാന വെല്ലുവിളി. ബന്ധങ്ങളിൽ പഴയ വിഷയം വീണ്ടും വരാം. ധനത്തിൽ ചോർച്ച. ജോലിയിൽ അപ്രീസിയേഷൻ കുറവായിരിക്കും. കുടുംബത്തിൽ കടുപ്പമുള്ള വാക്കുകൾ. ആരോഗ്യം. ജീർണസംബന്ധമായ അസ്വസ്ഥതകൾ. 5. സിംഹം. വേഗത്തിൽ തീരുമാനമെടുക്കേണ്ടി വരും. ധനത്തിൽ പുതിയ വരുമാനമാർഗം. കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസം. ജോലിയിൽ മത്സരം. ആരോഗ്യം. ചെറിയ ക്ഷീണം. 6. കന്നി. ശക്തി തിരിച്ചുവരും. ധനത്തിൽ ലാഭവും നിയന്ത്രണവും. ജോലിയിൽ പഴയ പദ്ധതി മുന്നോട്ട്.
ബന്ധങ്ങളിൽ തുറന്നു പറയാനുള്ള അവസരം. ആരോഗ്യം മെച്ചം. യാത്രാസൂചന. 7 തുലാം. ആഴ്ച ആരംഭത്തിൽ പ്രശ്നങ്ങൾ, അവസാനം ആശ്വാസം. ധനത്തിൽ അസ്ഥിര ചെലവുകൾ. ബന്ധങ്ങളിൽ അഹങ്കാരപരമായ മർഷണം. ജോലിയിൽ ജോലിഭാരം കൂടുതലാകും. ഒരു വലിയ തീരുമാനം ആവശ്യമായിരിക്കും. ആരോഗ്യം തളർച്ച. 8 വൃശ്ചികം. മനസ്സിൽ ഭാരം. ബന്ധങ്ങളിൽ തെറ്റിദ്ധാരണ. ജോലിയിൽ ചിലർ നിങ്ങളെ ഉപയോഗിക്കാനായി ശ്രമിക്കാം. ധനത്തിൽ അനാവശ്യ ചെലവുകൾ ഒഴിവാക്കണം. ആരോഗ്യം മാനസിക സമ്മർദ്ദം. കുടുംബത്തിൽ ദൂരം. 9 ധനു. ഊർജ്ജസ്വല ആഴ്ച. ധനത്തിൽ വളർച്ച. ജോലിയിൽ ആശയങ്ങൾ അംഗീകരിക്കും. ബന്ധങ്ങളിൽ ഒത്തുചേരൽ. യാത്രാസൂചന. ആരോഗ്യം സാധാരണം. 10 മകരം. വിശ്വസിക്കുന്നവരിൽ നിന്ന് തന്നെ പ്രശ്നം. വരുമാനം വരും, പക്ഷേ ഉടനെ ചെലവ്. ജോലിയിൽ പഴയ പ്രശ്നം വീണ്ടും ഉയരും. ബന്ധങ്ങളിൽ നിങ്ങൾ ശാന്തത പാലിക്കണം. ആരോഗ്യം സന്ധിവേദന, ക്ഷീണം. 11 കുംഭം. നിങ്ങളുടെ പരിശ്രമം ഫലം ചെയ്യും. ധനത്തിൽ സ്ഥിരത. ജോലിയിൽ ഉയർത്തെഴുന്നേൽപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ. ബന്ധങ്ങളിൽ സന്തോഷകരമായ മാറ്റം. അധ്യവിശ്വാസം ഒഴിവാക്കുക. ആരോഗ്യം ഉറക്കം കുറയ്ക്കരുത്. 12 മീനം. പണം ചെലവാക്കേണ്ട സാഹചര്യം. ബന്ധങ്ങളിൽ പഴയ വിഷയം. ജോലിയിൽ ജോലിഭാരം, പക്ഷേ ഫലം അവസാനം ലഭിക്കും. മാനസിക ക്ഷീണം. ആരോഗ്യം ചെറിയ പ്രശ്നങ്ങൾ. അവസാന സന്ദേശം. ഈ ആഴ്ച പറയുന്ന മുന്നറിയിപ്പുകളും അവസരങ്ങളും സാധാരണ കാര്യങ്ങളല്ല. നിങ്ങൾ ആത്മവിശ്വാസത്തോടെ തീരുമാനമെടുക്കുകയും കുഴപ്പങ്ങൾ നേരിടാൻ തയ്യാറാവുകയും ചെയ്താൽ ഈ ആഴ്ച നിങ്ങളുടെ പക്ഷത്തേക്കാണ് തിരിയുക. പറയുന്ന മുന്നറിയിപ്പുകളും അവസരങ്ങളും സാധാരണ കാര്യങ്ങളല്ല. നിങ്ങൾ ആത്മവിശ്വാസത്തോടെ തീരുമാനമെടുക്കുകയും കുഴപ്പങ്ങൾ നേരിടാൻ തയ്യാറാവുകയും ചെയ്താൽ ഈ ആഴ്ച നിങ്ങളുടെ പക്ഷത്തേക്കാണ് തിരിയുക. അടുത്ത ആഴ്ച കൂടുതൽ ആഴമുള്ള പ്രവചനങ്ങളുമായി കാണാം. പ്രത്യേകം ഒരു രാശിയുടെയോ നക്ഷത്രത്തിൻ്റെയോ വീഡിയോ വേണമെങ്കിൽ കമൻറ്റിൽ പറയുക. നല്ല ഊർജവും നല്ല ഫലവും നിങ്ങളെ തേടി വരട്ടെ. കാണാൻ സമയമെടുത്തതിന് നന്ദി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സുഖമായി ശാന്തമായി മുന്നോട്ട് പോകൂ.